വീണ്ടും ദിവ്യകാരുണ്യ സ്വീകരണം. അടുത്ത ദിവസം കൊച്ചുത്രേസ്യ സ്വീകരിച്ചു. കൊച്ചുത്രേസ്യയ്ക്ക് സഹനത്തിനുള്ള അത്യുത്കൃഷ്ടമായ അഭിവാഞ്ചയിൽ ഹൃദയം ഉദിച്ചതായി അവൾ വിവരിക്കുന്നുണ്ട്. തനിക്കായി ഇനി വളരുവാൻ പോകുന്നത് സഹനത്തിൻ്റെയും കുരിശിൻ്റെയും നാളുകളായിരിക്കും എന്ന ബോധ്യം അവൾക്കുണ്ടായി. തെരേസയുടെ വാക്കുകളിൽ സഹനം എനിക്ക് ഹൃദയകാരിയായി ഭവിച്ചു. വ്യക്തമായൊരു ബോധ്യം നൽകാതെ എന്നെ വശീകരിക്കുവാൻ പര്യാപ്തമായ മനോജ്ഞ എനിക്കുണ്ടായിരുന്നു. അതുവരെയും ഞാൻ സഹിച്ചതെല്ലാം സഹനത്തെ ഇഷ്ടപ്പെടാതെയായിരുന്നു. ഇന്നു മുതൽ അതിനോടൊരു പ്രതിപത്തി എനിക്ക് അനുഭവപ്പെട്ടു. നല്ല ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുവാനും അങ്ങിലല്ലാതെ ഒരു സമയവും കണ്ടെത്താതിരിക്കുവാനും അഭിവാഞ്ചയും എനിക്കുണ്ടായി. ആ യേശുവേ, അവർണ്ണനീയമായ മാധുര്യമേ, സകല ലൗകിക ആശ്വാസങ്ങളും എനിക്ക് കയ്പായി പകർത്തണമേ എന്ന ക്രിസ്ത്യാനികരണത്തിലെ വാക്കുകൾ ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ പലപ്പോഴും ഞാൻ ആവർത്തിച്ചിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.